അതിലൊരു കൂട്ടം ആളുകൾ വളരെ വ്യക്തമായിട്ട് ക്രെഡിബിലിറ്റി കളയുക എന്നുള്ളൊരു പരിപാടി ഉണ്ടല്ലോ. ഇത് ഒരാളുടെ ക്രെഡിബിലിറ്റി കളയുക എന്നുള്ള പരിപാടിയുടെ ഭാഗമായിട്ട് അയാളെ മീം മെറ്റീരിയൽ ആക്കുക. അപ്പൊ ഇത് എല്ലാ ബിഗ് ബോസ് ഷോയിലും ഇപ്പൊ എല്ലാ സീസണിലും എല്ലാ ലാംഗ്വേജിലും ഉള്ള ഒരു പരിപാടി. ഹലോ, സീക്രട്ട് ഏജന്റ് അഥവാ സായി കൃഷ്ണ ബിഗ് ബോസിൽ പോയി വന്ന ശേഷം നമ്മുടെ എല്ലാം കണ്ണൻ. അപ്പോൾ സീക്രട്ട് ഏജന്റ് സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല ഈ ബിഗ് ബോസ് തൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ മാറ്റിമറിക്കുകയാണ്. സായി കൃഷ്ണ എഗ്രി ചെയ്യത്തില്ലായിരിക്കും, സായി കൃഷ്ണ എതിർക്കുമായിരിക്കും. പക്ഷേ ബിഗ് ബോസിന് മുൻപും ശേഷവും എന്ന് രണ്ട് ഭാഗങ്ങൾ സീക്രട്ട് ഏജന്റിന് ഉണ്ട്. സീക്രട്ട് ഏജന്റ് ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് വരെ നമുക്കെല്ലാം വളരെയധികം പ്രതീക്ഷയായിരുന്നു. എല്ലാവരും കരുതിയിരുന്നത് ബിഗ് ബോസിൽ പോയിട്ട് സായി കൃഷ്ണ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നാണ്. സായി കൃഷ്ണ അല്ല, ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് നമുക്ക് അദ്ദേഹം സീക്രട്ട് ഏജന്റ് ആയിരുന്നു. അപ്പോൾ സീക്രട്ട് ഏജന്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നാണ് എന്നെപ്പോലുള്ള പലരും, പല യൂട്യൂബേഴ്സും സാധാരണക്കാരും സബ്സ്ക്രൈബേഴ്സും എല്ലാം കരുതിയിരുന്നത്. ഞാൻ ഇൻഫാക്ട് വീഡിയോയും ചെയ്തിരുന്നു. കാരണം എന്ത് കാര്യത്തിലും ഒരു കോണ്ടന്റ് ഉണ്ടാക്കാൻ കഴിവുള്ള വ്യക്തിയാണ്. ഒരു സിമ്പിൾ ഒരു ചെറിയൊരു ത്രെഡ് ആണെങ്കിൽ പോലും അതിനെപ്പറ്റി പോലും മുക്കാൽ മണിക്കൂറുള്ള കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന വ്യക്തിയാണ് സായി കൃഷ്ണ. അപ്പോൾ അങ്ങനെ ഒരാൾ ബിഗ് ബോസിൽ പോകുമ്പോൾ തൻ്റെ തന്ത്രങ്ങൾ ഉപയോഗിക്കുമെന്നും അവിടെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുമെന്നും നമ്മൾ വിശ്വസിച്ചു. അത് നമ്മളുടെ തെറ്റിദ്ധാരണയായിരുന്നു. അതിലുപരി ബിഗ് ബോസിലേക്ക് ചെന്ന സീക്രട്ട് ഏജന്റ് നമ്മൾ കാറിലിരുന്ന് കണ്ട സീക്രട്ട് ഏജന്റ് അല്ലായിരുന്നു. പവർ ഇല്ലാത്ത വ്യക്തി എന്നതിലുപരി ജാസ്മിൻ്റെ ഏജന്റ് പോലെയാണ് പോയത് എന്നതാണ് സീക്രട്ട് ഏജന്റ് കിട്ടിയ ഏറ്റവും വലിയ അടി. ആ യാഥാർത്ഥ്യം പുറത്തു വന്നപ്പോഴാണ് സീക്രട്ട് ഏജന്റ് നമ്മുടെ എല്ലാം മുന്നിൽ വീണത് എന്നതാണ് സത്യം. അവിടെ ചെന്നപ്പോൾ തന്നെ സീക്രട്ട് ഏജന്റ് ജാസ്മിനോട് ജാസ്മിനെ പറ്റിയുള്ള സത്യങ്ങൾ, ജാസ്മിൻ്റെ ഇമേജ് എന്താണ്, ജാസ്മിനെ പറ്റി ജനങ്ങൾ കരുതുന്നത് എന്താണ്, ലവ് സ്ട്രാറ്റജിയുടെ ഇഷ്യൂസ് എന്താണ്, ജാസ്മിന് ഗബ്രി റിലേഷൻഷിപ്പ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ നമ്മൾ കരുതിയത്, അറ്റ്ലീസ്റ്റ് ഞാൻ കരുതിയത്, അത് സീക്രട്ട് ഏജന്റിന്റെ ഒരു സ്ട്രാറ്റജിയാണ്. ഈ സ്ട്രാറ്റജിയിലൂടെ ജാസ്മിനെ തകർക്കുക. കാരണം സീക്രട്ട് ഏജന്റ് ജാസ്മിനെ തകർക്കും എന്ന രീതിയിലാണ് അതിനു മുമ്പ് വീഡിയോസിലെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇൻഫാക്ട് ജാസ്മിൻ്റെ ഫാദർ ജാഫറും സീക്രട്ട് ഏജന്റിനെ പറ്റി നല്ലതൊന്നുമല്ല പറഞ്ഞിരുന്നത്. കാരണം സീക്രട്ട് ഏജന്റിന്റെ വീഡിയോസിൽ പലതിലും ജാസ്മിനെ എതിർക്കുന്നു, ജാസ്മിനെ താഴ്ത്തി കെട്ടുന്നു എന്നുള്ള ഒരു കാര്യം ഉണ്ടായത് കൊണ്ട് തന്നെ ജാഫറും അതിനു മുമ്പ് പറഞ്ഞിരുന്നത് ഈ സീക്രട്ട് പറയുന്ന കുറേമാരുണ്ടല്ലോ എന്ന രീതിയിൽ സീക്രട്ട് ഏജന്റിനെ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ അവിടെ സീക്രട്ട് ഏജന്റ് ചെന്നിട്ട് ജാസ്മിനെ തകർക്കും അല്ലെങ്കിൽ ജാസ്മിനെ ടാർഗറ്റ് ചെയ്ത് കളിക്കുമെന്നാണ് കരുതിയിരുന്നത്. ഇൻഫാക്ട് ഈ സത്യങ്ങളെല്ലാം ജാസ്മിനോട് പറഞ്ഞപ്പോൾ നമ്മൾ കരുതിയത് ഇത് ജാസ്മിനെ തകർക്കാനുള്ള, ജാസ്മിനെ ഇമോഷണലി ഡൗൺ ആക്കാനുള്ള ഒരു തന്ത്രമാണ് എന്നാണ്. പക്ഷേ നമുക്കെല്ലാം തെറ്റിപ്പോയി. ഈ കാര്യങ്ങളെല്ലാം സീക്രട്ട് ഏജന്റും ദിയാസനയും വിവിയും ജാഫറും കൂടെ ചർച്ച ചെയ്തതായിരുന്നു. അവിടെ ജാഫറിനോട് സീക്രട്ട് ഏജന്റ് വാക്കും കൊടുത്തു, ഞാൻ ശ്രമിക്കാം, ഞാൻ സഹായിക്കാം, ഞാൻ ഇത്തരം കാര്യങ്ങളെല്ലാം കൺവേ ചെയ്യാമെന്ന്. അപ്പോൾ നാം കണ്ടുകൊണ്ടിരുന്ന നമ്മളെല്ലാം പൊട്ടന്മാരായി എന്നതാണ് സത്യം. നമ്മൾ മുമ്പും പൊട്ടന്മാരായിരുന്നിരിക്കാം, എന്തായാലും കണ്ടുകൊണ്ടിരുന്ന നമ്മളെല്ലാം പൊട്ടന്മാരാക്കി. അങ്ങനെ വന്നപ്പോഴാണ് സീക്രട്ട് ഏജന്റിന്റെ സബ്സ്ക്രൈബേഴ്സ് അടക്കം സീക്രട്ട് ഏജന്റിനെതിരെ തിരിഞ്ഞത്. അങ്ങനെ വന്നപ്പോഴാണ് സായി കൃഷ്ണ അഥവാ കണ്ണൻ കണ്ണാപ്പിയായതും ജനങ്ങൾ മുൻപ് കൊടുത്തിരുന്ന വാല്യൂ കൊടുക്കാതായതും. ഒരാൾ സത്യസന്ധമല്ലാതെയാണ് കളിക്കുന്നത്, ഒരാൾ സത്യസന്ധമായിട്ടല്ല കളിക്കുന്നതെന്ന് തോന്നുമ്പോൾ തന്നെ നമ്മൾക്ക് അയാളോട് ഇഷ്ടം കുറയും. കാരണം അതിനു മുമ്പ് അയാൾ ചെയ്തുകൊണ്ടിരുന്ന വീഡിയോസ് എല്ലാം, അയാളുടെ കോണ്ടന്റ് എല്ലാം സത്യമാണ് എന്ന് നമ്മൾ വിശ്വസിച്ചിരുന്നു. സത്യമാണ് എന്ന രീതിയിലായിരുന്നു വന്നിരുന്നത്. സത്യം തന്നെ ആയിരിക്കാം വാട്ടവർ. പക്ഷേ അതേ സത്യസന്ധത, അതേ ഓണസ്റ്റി അയാൾ ഗെയിമിൽ കാണിക്കാതിരുന്നപ്പോൾ അയാളെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് നിർത്തി എന്നതാണ് സത്യം. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം, ഇപ്പോൾ അദ്ദേഹം ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബിഗ് ബോസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് എന്നൊക്കെ പറഞ്ഞാണ് ചെയ്തിരിക്കുന്നത്. അതിൽ ന്യായീകരണങ്ങളാണ്. അതിൽ തന്നെ അദ്ദേഹം പറയുന്നത്, കക്ഷിക്കറിയാം ഇതിലൊന്നും കമൻറ്റ് വരാൻ പോകുന്നത് നെഗറ്റീവ് ആയിരിക്കുമെന്ന്. കാരണം ജനങ്ങൾ അത്രത്തോളം വെറുത്തു കഴിഞ്ഞു. സത്യത്തിൽ പലരും സായി കൃഷ്ണ അഥവാ സീക്രട്ട് ഏജന്റിനെ സപ്പോർട്ട് ചെയ്യുന്നവരായിരുന്നു, ഇഷ്ടപ്പെടുന്നവരായിരുന്നു. അവരെല്ലാം സീക്രട്ട് ഏജന്റിന്റെ മറ്റൊരു മുഖം കണ്ട് വെറുത്തു പോയി എന്നതാണ് സത്യം. അപ്പോൾ കക്ഷി തന്നെ പറയുന്നുണ്ട് ഇതിനകത്ത് വരുന്ന കമൻറ്റ്സ് എല്ലാം നെഗറ്റീവായിരിക്കും, നെഗറ്റീവാണ്. ഇൻഫാക്ട് നമ്മൾ ആ കമൻറ്റ് നോക്കേണ്ട കാര്യമില്ല. ഈ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ പിന്നിൽ ജിത്തു ഇരിപ്പുണ്ട്, ജിത്തു ഭായ് എന്ന് വിളിക്കുന്ന ജിത്തു ഇരിപ്പുണ്ട്. ജിത്തുവിൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം ജിത്തുവിൻ്റെ മുഖം തന്നെ ഡൗൺ ആണ്. 45 മിനിറ്റുള്ള വീഡിയോ ആണ്. ഞാൻ പൂർണ്ണമായിട്ടും കണ്ടില്ല, പക്ഷേ കുറച്ച് ഭാഗങ്ങളൊക്കെ കണ്ടു. അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഞാനിവിടെ പ്ലേ ചെയ്യുന്നു. അതിൽ ഒരു കൂട്ടം ആളുകൾ വളരെ വ്യക്തമായിട്ട്
ക്രെഡിബിലിറ്റി കളയുക എന്നുള്ളൊരു പരിപാടി ഉണ്ടല്ലോ. ഒരാളുടെ ക്രെഡിബിലിറ്റി കളയുക എന്നുള്ള പരിപാടിയുടെ ഭാഗമായിട്ട് അയാളെ മീം മെറ്റീരിയൽ ആക്കുക. അപ്പോൾ എല്ലാ ബിഗ് ബോസ് ഷോയിലും ഇപ്പൊ എല്ലാ സീസണിലും എല്ലാ ലാംഗ്വേജിലുള്ള ഒരു പരിപാടിയാണ്. ഒരാളെ മീം മെറ്റീരിയൽ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾ ഭയങ്കര കോമഡി എലമെന്റ് ആയി. ഞാൻ അത് ഫണ്ണായിട്ട് എടുക്കുന്നുണ്ട്. ഞാൻ ഐ ഡോണ്ട് കെയർ. ബിക്കോസ് എനിക്കിപ്പോൾ എന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൺ എൻജോയ്മെന്റ് കാര്യങ്ങളാണ്. കാരണം കുറെ കാലമായിട്ട് ലൈഫിൽ അതൊന്നും ഇല്ലാതായപ്പോൾ അനുഭവിച്ചൊരു മനുഷ്യനാണ് ഞാൻ. സോ ഐ വിൽ എൻജോയ് ഇറ്റ്, ദാറ്റ്സ് ഫൈൻ. സോ അതിന്റെ ഭാഗമായിട്ടൊരു ക്രെഡിബിലിറ്റി താത്തി കാണിക്കാനും പിന്നെ ഈ പറഞ്ഞ മാതിരി ഒരു മീം മെറ്റീരിയലിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി. അതായത് ഈ കമന്റ്സ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കാരണം കമന്റ്സ് എന്ന് പറഞ്ഞാൽ ഇയാളെ ഇപ്പൊ കണ്ട കോമഡി ആയിട്ട് തോന്നും, ഇയാളുടെ സംസാരം ഇപ്പൊ കേട്ടാ ചിരി വരും. അങ്ങനെ അപ്പൊ ഞാൻ എന്ത് ചെയ്തു, നൈസായിട്ട് ആ താടീന്റെ എലമെന്റ് എന്ത് ചെയ്തു ഒന്നാണ് മാറ്റി നോക്കി. പിന്നെ മുടിയൊക്കെ ഒന്ന് പഴയ പോലെ കളർ ചെയ്ത് ഭയങ്കര രസമായിട്ട് ഒരു മേക്ക് ഓവർ നമുക്ക് വരുമ്പോൾ തന്നെ നമ്മൾ ഫ്രഷ് ആവുന്നുണ്ട്. ലാലേട്ടൻ ചോദിക്കുന്നത് മാറ്റങ്ങൾ, അത് ലാലേട്ടൻ ചോദിക്കുന്നത് അതാ നിനക്ക് ഇവരൊക്കെ ലാലേട്ടനൊക്കെ അറിയാം. അട്ടർ പ്രഷർ ഇൻ ദ സെൻസ് എനിക്ക് ഒന്ന് സോഷ്യൽ മീഡിയയിൽ ഈ സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ ബാഗേജ് ഞാൻ ഇത്ര പേർക്ക് ഇപ്പൊ ഞാൻ പോണതിന്റെ മുന്നേ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ എല്ലാ ജയിലിലും കയറും, ഞാൻ എല്ലാം ചെയ്യും, ഞാൻ അങ്ങനെ ഒക്കെ പറയുമ്പോൾ എന്റെ മൈൻഡ് എന്താണെന്ന് അറിയാം എനിക്ക്. ഞാനിതൊക്കെ പറഞ്ഞാൽ വാട്ട് ഐ എം ഗോയിങ് ടു ഡു ദേർ ഈസ് ഇങ്ങനെ പലവിധ ന്യായീകരണങ്ങൾ കൊണ്ടൊന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് സീക്രട്ട് ഏജന്റ് മനസ്സിലാക്കിയാൽ നല്ല കാര്യം. കാരണം ഇത്തരം ന്യായീകരണങ്ങൾ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല. എത്രയൊക്കെ നിങ്ങൾ പറഞ്ഞാലും നിങ്ങൾ എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും നിങ്ങൾ നിങ്ങളുടെ ഇമേജ് തകർത്തു എന്ന് തന്നെ പറയണം. ബിഗ് ബോസ് കൊണ്ട് അധികം പ്രശസ്തിയിലല്ലാത്തവർക്ക് പ്രശസ്തി കിട്ടുന്നു എന്നൊരു പോസിറ്റീവ് പോയിന്റ് ഉണ്ട്. അവർ നല്ല രീതിയിൽ കളിച്ചാൽ, നല്ല ഇമേജ് ക്രിയേറ്റ് ചെയ്താൽ. അല്ലെങ്കിൽ ബിഗ് ബോസ് എന്നത് ഒരു നെഗറ്റീവ് ഷോ ആണ്. ഫെയിമിൽ നിൽക്കുന്നവർക്ക് നെഗറ്റിവിറ്റി കിട്ടാൻ സാധ്യത കൂടുതലുള്ള ഷോ ആണ് ബിഗ് ബോസ്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ അഭിഷേക് ശ്രീകുമാറിനെ അറിയില്ലായിരുന്നു, അഭിഷേക് ജയദേവിനെ അറിയില്ലായിരുന്നു. അങ്ങനെയുള്ളവർക്ക് ഒരു പോസിറ്റീവ് ഇമേജ് കിട്ടാൻ സഹായകരമായ ഷോയാണ് ബിഗ് ബോസ്. ജാസ്മിനെ നല്ല രീതിയിൽ ജനങ്ങൾ അറിയുമായിരുന്നു. ജാസ്മിന് നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സും ഉണ്ടായിരുന്നു, യൂട്യൂബിലും ഇൻസ്റ്റയിലെ ഫോളോവേഴ്സും എല്ലാം ഉണ്ടായിരുന്നു. ജാസ്മിൻ്റെ പ്രസൻറ്റേഷൻ ഭയങ്കര രസമായിരുന്നു, കോമഡി പറയുന്ന നല്ല രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ബിഗ് ബോസിൽ എത്തിയതിന് ശേഷം ജാസ്മിൻ്റെ ഇമേജ് എന്തായി എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ജാസ്മിന് ഇമേജ് ഏറെക്കുറെ നെഗറ്റീവായിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നവർ ഇപ്പോഴും പലരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടാകും. പക്ഷേ അവർ ഇപ്പോൾ അറിയുന്നവരിൽ പലരും ജാസ്മിന് അന്നത്തെ ആ സ്ട്രാറ്റജിയുടെ പേരിൽ അല്ലെങ്കിൽ പല ഇൻട്രാക്ഷൻസിൻ്റെ പേരിൽ പല റിയാക്ഷൻസിൻ്റെ പേരിൽ വെറുക്കുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതിരിക്കുന്നു എന്നാണ് സത്യം. ബിഗ് ബോസിൽ പോയില്ലായിരുന്നെങ്കിൽ ജാസ്മിൻ്റെ ആ ഇമേജ്, മുൻപത്തെ ആ പോസിറ്റീവ് ഇമേജ് ഇപ്പോഴും ഇൻടാക്റ്റ് ആയിട്ടിരുന്നതിനെ. മുന്നേയുമായിട്ടുള്ള അഫെയർ ബ്രേക്ക് ആയതോ അഫ്സലുമായിട്ടുള്ള മാരേജ് ബ്രേക്കപ്പ് ആയതോ ഒന്നും ജാസ്മിനെ നെഗറ്റീവായി ബാധിക്കില്ലായിരുന്നു. അപ്പോൾ ജനങ്ങൾ ഏറെക്കുറെ പലരും പറഞ്ഞതിന് ചിലപ്പോൾ അഫ്സലിൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കും അല്ലെങ്കിൽ മുന്നയുടെ മിസ്റ്റേക്ക് ആയിരിക്കും എന്ന് പറഞ്ഞേനെ. പക്ഷേ ഇപ്പോൾ അങ്ങനെ പറയുന്നവരുടെ എണ്ണം വളരെ കുറവായിരിക്കും. തുലോം തുച്ഛമായിരിക്കും എന്ന് പറയത്തില്ലേ, അതുപോലെ തുലോം തുച്ഛമായിരിക്കും. അപ്പോൾ ബിഗ് ബോസിൽ പോയിട്ട് സായി കൃഷ്ണ അഥവാ സീക്രട്ട് ഏജന്റിന് നല്ല രീതിയിൽ ഇമേജ് ഡൗൺ ആയി, നല്ല രീതിയിൽ പണി കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഈ ഇമേജ് റീക്രിയേറ്റ് ചെയ്യാൻ, ഇമേജ് തിരികെ പിടിക്കാനായിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നല്ല രീതിയിൽ എന്തെങ്കിലും കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ നല്ല രീതിയിൽ എന്തെങ്കിലും സംഭവിക്കേണ്ട ആവശ്യമുണ്ട്. അതല്ലെങ്കിൽ ഇതിനു മുമ്പ് ഉണ്ണിമൂന്നിനുമായിട്ടൊക്കെ ഉടക്കിയ സമയത്ത് ഉണ്ണിമൂന്നുമായിട്ടുള്ള ഉടക്കലാണല്ലോ സീക്രട്ട് ഏജന്റ് കൂടുതൽ റീച്ച് ഒപ്പിച്ചത് അല്ലെങ്കിൽ റീച്ചിലേക്ക് എത്തിയത്. അതിലൊക്കെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു വ്യക്തിയുടെ ഇമേജ് ആയിരുന്നു. വാടാ മലപ്പുറത്തോട്ട് വാടാ, ഞാൻ അങ്ങനെ ചെയ്യൂടാ ഇങ്ങനെ ചെയ്യൂടാ. അത് അയാളുടെ ഫെയിമിന് വേണ്ടി അല്ലെങ്കിൽ അയാളുടെ കൂടെ റീച്ചിന് വേണ്ടി ഉപയോഗിച്ചു. പക്ഷേ ബിഗ് ബോസിൽ പോയതിന് ശേഷം നമുക്ക് മനസ്സിലായി ഈ പറയുന്നതൊക്കെ ഉള്ളൂ, സത്യത്തിലൊന്നുമില്ല എന്നുള്ളത്. കാരണം ഇതിന് ശേഷം ഇപ്പോൾ വിവിയുമായിട്ടുള്ള ഇഷ്യൂവിൽ വീഡിയോ ചെയ്ത് പറയുന്നുണ്ടായിരുന്നു, വാടാ നീ ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വാടാ, നിന്റെ അങ്ങനെ ചെയ്യൂടാ, നിന്റെ എന്തോ വാപ്പാക്കു കൂട്ടിയാൽ കൂടില്ലെന്നും എന്തൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ എല്ലാം കമൻറ്റ് നോക്കി എനിക്ക് മനസ്സിലാവും പുല്ല് വിലയാണ് പലരും കൊടുത്തിരിക്കുന്നത്. ആ രീതിയിലാണ് കമൻറ്റ്. കാരണം ബിഗ് ബോസിൽ പോയി വന്നതിന് ശേഷം സായി കൃഷ്ണയുടെ ഇമേജ് അത്ര കണ്ട് മാറി, 180 ഡിഗ്രി മാറി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിന് മറുപടിയായിട്ട് വിവിയും പറഞ്ഞു, നീ ഇങ്ങോട്ട് വാടാ, എൻ്റെ സ്ഥലം അറിയാമല്ലോടാ, നിന്റെ കൂട്ടുകാർ ഇവിടെ അടുത്തല്ലേടാ, നീ ഇങ്ങോട്ട് വാടാ. എന്തായാലും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയില്ല, എല്ലാം ഓൺലൈൻ മാത്രമേ ഉള്ളൂ, യൂട്യൂബിലുള്ളതേ ഉള്ളൂ. കാരണം ഈ ചലഞ്ച് ചെയ്യുന്നതിനും ഈ തർക്കത്തിനും ഈ പരസ്പരം തെറി വിളിക്കുന്നതിനും എല്ലാത്തിനും യൂട്യൂബ് കാശ് തരുകയും. കാരണം അതിനെല്ലാം ഇടയ്ക്ക് അഡ്വർടൈസ്മെൻറ്റ് വരുന്നുണ്ട്, പരസ്യങ്ങൾ വരുന്നുണ്ട്, എല്ലാം മോണിറ്റൈസ്ഡ് ആണ്, അപ്പോൾ കാശ് കിട്ടും. അപ്പോൾ അതിനുള്ള തർക്കങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഓൺലൈൻ നടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അതിനെപ്പറ്റി കൂടുതൽ നിങ്ങൾ ടെൻഷൻ അടിക്കരുത്. കാരണം നിങ്ങൾക്ക് അതുകൊണ്ട് യാതൊരു ലാഭവുമില്ല, നിങ്ങളുടെ എനർജി വേസ്റ്റ് ആകും എന്ന് മാത്രം ചിന്തിച്ച് എന്തിനാണ് നിങ്ങളുടെ എനർജി വേസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സായി കൃഷ്ണ ബിഗ് ബോസിന് മുമ്പും ബിഗ് ബോസിന് ശേഷവും
എന്നതാണ് സത്യം. മലയാള സാഹിത്യം പറയുമല്ലോ, മലയാള സാഹിത്യം ഖസാക്കിൻ്റെ ഇതിഹാസത്തിന് മുൻപും ഖസാക്കിൻ്റെ ഇതിഹാസത്തിന് ശേഷവും. ആ രീതിയിലാണ്, ആ സ്ഥിതിയാണ് നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് അഥവാ സായി കൃഷ്ണ അഥവാ കണ്ണൻ.